ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നൊരു സീറ്റഡ്ജ് ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പ പിടിക്കുന്നു പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് മുൾമുനയിൽ നിർത്തി കൊണ്ടുപോകുന്ന ഒരു ചലച്ചിത്രം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1995 റിലീസ് ചെയ്ത മ്യൂട്ട് വിറ്റ്നസ് എന്ന അമേരിക്കൻ ക്രൈം ത്രില്ലറാണ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഏതോ ഒരു ഗൃഹസ്ഥ മുഖസൗന്ദര്യം ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ അറിയാതെ ആരോ ഒരാൾ ഈ വീടിനകത്തേക്ക് കയറുന്നു. അടുക്കളയിൽ നിന്നും ഒരു കത്തിയെടുത്ത് അവൻ നേരെ ഈ പെണ്ണിന്റെ അരികിലേക്കാണ് വരുന്നത്. ഇതൊന്നും ആ പെണ്ണ് അറിയുന്നില്ല. പെട്ടെന്ന് തിരിഞ്ഞ് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന പെണ്ണ് വീടിനകത്തൂടെ ചെളി പുരണ്ട കാലിൽ ആരോ നടന്നു പോയതിന്റെ പാട് കാണും. ഭർത്താവിന്റെ പേര് ഹാരി എന്നാണ്. ഹാരി, നീയാണോ വീടിനകത്ത് വന്ന്? നീ എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് ഇവള് ഫ്രണ്ട് ഡോറിനടുത്തേക്ക് പോകുന്നു. പെട്ടെന്നാണ് കില്ലർ ഓൾറെഡി കൊന്ന അവളുടെ ഭർത്താവിന്റെ ശരീരം ഡോറിനരികിൽ നിന്നും താഴത്തേക്ക് വീഴുന്നു. ബോഡി കണ്ടവള് ഞെട്ടിക്കരയും. ഓടിച്ചെന്ന് ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഫോൺ വേറെ ആരോ കട്ട് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്ന് മുഖം മൂടി ധരിച്ച കില്ലർ പെണ്ണിന്റെ മേലേക്ക് ചാടി വീണ് വെഡ്ഡി വെച്ച് അവളുടെ വയറ്റിൽ അറഞ്ചം പുറഞ്ചം കത്തി കൊണ്ട് കുത്തുന്നു. ഈ കുത്തു കൊണ്ടിട്ടും പെണ്ണിനി മരിച്ചിട്ടില്ല. അവളുടെ അഭ്യാസ പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് സംശയം തോന്നും, ഇവൾ അഭിനയിക്കുകയാണോ എന്ന്. സംഭവം സത്യമാണ്, പെണ്ണ് അഭിനയിക്കുകയായിരുന്നു. ഇവരൊരു സിനിമ പിടിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കക്കാര് കുറച്ചു പേര് റഷ്യയിലേക്ക് വന്നിട്ട് ഈ റഷ്യൻ സ്റ്റുഡിയോയില് ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈക്കോയുടെ സിനിമ. ഇവർക്ക് ക്യാമറാമാനായി കിട്ടിയിട്ടുള്ളത് ആ നാട്ടിലെ തന്നെ ഒരു റഷ്യക്കാരനായിരിക്കും. പിന്നെ സഹായത്തിന് കുറച്ച് അമേരിക്കക്കാരുണ്ട്, റഷ്യക്കാരുണ്ട്. അഭിനയിക്കുന്ന പെണ്ണാണെങ്കിൽ ഒരു റഷ്യക്കാരിയാണ്. ഒരു റഷ്യൻ ഭാഷാ സിനിമയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്ടർ അമേരിക്കക്കാരൻ. അങ്ങേര് അഭിനയിക്കുന്ന നായികയോട് പറയുന്നുണ്ട്, കുത്തു കൊണ്ടു കഴിഞ്ഞാൽ ചാവാണ് വേണ്ടത്, അല്ലാതെ മുറിനീളം നടന്ന് സാധനങ്ങളൊക്കെ തട്ടിയിട്ട് അഹംഭാവം കാണിക്കല്ല. അങ്ങനെയാണെങ്കിൽ കാണുന്നവർക്ക് എഴുന്നേറ്റ് വന്ന് നിന്നെ കൊല്ലാൻ തോന്നും. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് അഭിനയിക്കുന്നു പറഞ്ഞ് അയാൾ നടിയെ വാൺ ചെയ്യും. എന്നിട്ട് ആർട്ടിൽ വർക്ക് ചെയ്യുന്ന ഹീറോയിനോട് കുറച്ചുകൂടെ ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് ഡയറക്ടർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നായികയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അവൾ ഈ സിനിമയുടെ ആർട്ട് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യും. ഇപ്പൊ കില്ലറായി അഭിനയിക്കുന്ന റഷ്യക്കാരനോട് അവൾ അവളുടെ ചേച്ചിയുടെ സഹായത്തോടെ കത്തി കൊണ്ട് കുത്താൻ നേരം കക്ഷത്തിയിരിക്കുന്ന ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന രീതിയിൽ ആക്ട് ചെയ്യാൻ പറയും. എന്നാലേ കുത്തുമ്പോൾ രക്തം കാണുള്ളൂ. പുള്ളിക്കാരനും ശരി എന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡയറക്ടർ റീടേക്ക് എടുക്കാം എന്ന് പറയുമ്പോൾ ഈ സ്റ്റുഡിയോ ഓണർ വന്നിട്ട് പറയും, റീടേക്ക് എടുക്കാൻ പറ്റില്ല, പഴയ അവസ്ഥയിലേക്ക് മുറി മാറ്റണമെങ്കിൽ ഇനി ഒരു ദിവസം കൂടി വേണം, എനിക്ക് സമയം വേണമെന്ന് പറയും പുള്ളി. ഈ നടിയാണെങ്കിൽ എല്ലാം അലങ്കോലാക്കിയില്ലേ, അത് പഴയ അവസ്ഥയിലേക്ക് ആക്കണമെങ്കിൽ ഒരു ദിവസം കൂടി വേണം. സോ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഡയറക്ടർ എന്നാ പിന്നെ ക്ലോസപ്പ് ഷോട്ട് എടുക്കാം, എന്നിട്ട് ഇന്നത്തെ ഷെഡ്യൂൾ ക്ലോസ് ചെയ്ത് നാളെ വീണ്ടും റീടേക്ക് എടുക്കാന്ന് പറയും. അങ്ങനെ അവർ ചെറിയ ക്ലോസപ്പ് ഷോട്ടൊക്കെ എടുക്കുന്നു. ഈ സമയം ഹീറോയിൻ അവളുടെ ആർട്ട് പെട്ടിക്കകത്തുനിന്ന് ഒരു വലിയ ക്യാൻ നിറച്ചുള്ള ഫേക്ക് ബ്ലഡ് എടുക്കാൻ നോക്കും. അവൾക്ക് പൊക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന റഷ്യൻ ക്യാമറാമാനാണ് ആ ക്യാൻ എടുക്കാൻ സഹായിക്കുക. അപ്പൊ തന്നെ രണ്ടുപേർക്കും കണ്ണും ഉടക്കി ഒരു ചെറിയ പ്രണയം പോക്കുന്നുണ്ട്. പോരാത്തതിന് ഹീറോയിന്റെ ചേച്ചി വന്നിട്ട് പറയും, ചെക്കനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, എന്തായാലും 2-3 മാസം നമ്മളിവിടെ കാണും, ആ സമയത്തേക്കെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നിനക്ക് അവനെ കൂട്ടിക്കൂടെ? എനിക്കതിന് താല്പര്യം ഇല്ല എന്ന് പറയും നമ്മുടെ നായിക. വന്ന സ്ഥലത്ത് ഈ തലവേദനയും കൂടിയാണ്. സൈൻ ലാംഗ്വേജിലാണ് അവൾ സംസാരിക്കുക. ചേച്ചിക്ക് മാത്രമേ അവൾ പറയുന്നത് മനസ്സിലാവുള്ളൂ. അവളുടെ സ്വന്തം ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ കാമുകനാണ് നമ്മുടെ ഡയറക്ടർ. ഇന്നത്തെ ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചിറങ്ങി കാർ എടുക്കാൻ നേരം എനിക്ക് മുഖം മൂടിയും കൂടെ എടുക്കാനുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറയും ഹീറോയിൻ. അപ്പൊ ചേച്ചി ഞങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഡയറക്ടർ പറയും, അവൾക്ക് അവളുടെ കാറുണ്ടല്ലോ, നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എന്തിനാ, അപ്പോഴേക്കും വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാം, അവൾ വരട്ടെ, വന്ന് കൂടട്ടെ എന്ന് പറയും. ഹീറോയിനും പറയും, എന്നാ ശരി, നിങ്ങൾ ചെന്ന് ഭക്ഷണം ഉണ്ടാക്ക്, ഞാൻ പുറകെ തന്നെ വരുന്നുണ്ട്. ഇതും പറഞ്ഞ് അവൾ തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് വന്ന് മാസ്ക് തപ്പി നോക്കുക. അത് കാണുന്നില്ല. അപ്പോഴാണ് ആരോ ഈ സ്റ്റുഡിയോയുടെ വാതില് വലിച്ചടയ്ക്കുന്ന ശബ്ദം അവൾ കേൾക്കുക. ഓടിപ്പോയി ജനലിൽ കൂടെ നോക്കുമ്പോൾ എല്ലാവരും പോയി എന്ന് വിചാരിച്ചിട്ട് സ്റ്റുഡിയോയ്ക്ക് കാവലുണ്ടായിരുന്ന വാച്ച്മാൻ സ്റ്റുഡിയോയുടെ ഡോറും അടച്ചിട്ട് ഇറങ്ങിപ്പോവാണ്. ഇവൾക്കാണെങ്കിൽ ഒച്ച വെച്ച് അയാളെ വിളിക്കാൻ പറ്റില്ലല്ലോ, മ്യൂട്ടല്ലേ. അതുകൊണ്ട് ജനലി തട്ടി ശബ്ദമൊക്കെ ഉണ്ടാക്കി നോക്കും, അയാൾക്ക് കേൾക്കില്ല. പുള്ളിക്കാരൻ മുഴുവൻ പൂട്ടി ലോക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഈ സമയത്ത് ചേച്ചിയും ചേട്ടച്ചനും വീട്ടിലെത്തിക്കഴിഞ്ഞു. പുള്ളിക്കാരൻ ഭയങ്കര കുക്കിങ്ങിലാണ്. ആ സമയത്താണ് സ്റ്റുഡിയോ ഒന്ന് നമ്മുടെ പെണ്ണ് ചേച്ചിയെ വിളിക്കുന്നത്. ചേട്ടച്ചൻ ഫോൺ എടുക്കും, പക്ഷെ ഇവള് ഫോണിൽ കൊട്ടി സൈൻ ലാംഗ്വേജ് പറയുമ്പോൾ പുള്ളിക്കാരന് മനസ്സിലാവില്ല. മാത്രമല്ല കുക്കിങ്ങിന്റെ ശബ്ദം കൊണ്ട് പുള്ളിക്ക് കാര്യമായിട്ടൊന്നും കേൾക്കുന്നില്ല. ലൈൻ മാറി വന്നാന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ കോള് കട്ട് ചെയ്യും. കുറച്ചു സമയം കഴിയുമ്പോൾ അനിയത്തിയെ കാണാത്തോണ്ട് ചേച്ചി അനിയത്തിയുടെ മുറിയിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. അവള് വേറെ ഹോട്ടലിലാണ് താമസിക്കുന്നു. അവിടെയും കോള് കണക്ട് ആവില്ല. കൂട്ടുകാർക്ക് വിളിക്കുമ്പോഴും അവരടുത്തേക്കും ഈ പെണ്ണ് പോയിട്ടില്ല. ഈ സമയത്ത് സ്റ്റുഡിയോക്കകത്ത് മറ്റാരോ ഉള്ളതായിട്ട് നമ്മുടെ ഹീറോയിൻ ഫീൽ ചെയ്യും.
ഇവള് ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ആരോ ഉള്ളതായിട്ട് ഇവള് ഫീൽ ചെയ്യും. ആരാണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി നടന്നു പോകുമ്പോൾ സ്റ്റുഡിയോയിലേക്ക് ഒരു കോള് വരുന്നു. ഇവള് കോൾ ചെയ്ത ഫോണിലേക്ക് തിരിച്ചു കോള് വരുന്നു. ചേച്ചിയാണ് സംശയപ്പെട്ട് സ്റ്റുഡിയോയിലേക്ക് അനിയത്തിയെ വിളിക്കുന്നു. ഇവൾ ഓടി വന്ന് കോൾ എടുക്കും. ഞാൻ സ്റ്റുഡിയോയിലുണ്ട്, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ സേഫാണ്, കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിക്കോളാം എന്ന് ഇവള് പറയുന്നുണ്ട്. ഒരുപക്ഷെ താഴേന്ന് കേട്ട ശബ്ദത്തിൽ സ്റ്റുഡിയോയിൽ മറ്റാരോ ഉണ്ട്, അവരോട് പറഞ്ഞ് പുറത്തിറങ്ങാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവള് ചേച്ചിയോട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. കോള് കട്ട് ചെയ്ത് താഴെ ആരാ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ഇവള് മെല്ലെ ഇറങ്ങി വരുന്നു. ഇവർ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ആ സ്പോട്ടില് നമ്മൾ നേരത്തെ കണ്ട ക്യാമറാമാൻ, ആ റഷ്യക്കാരൻ പുതിയ എന്തോ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവളത് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് പോകുന്നു. നോക്കുമ്പോൾ ഒരു പോൺ മൂവിയാണ് ഈ റഷ്യക്കാര് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ക്യാമറാമാനും ഉണ്ട്, ബെഡിലൊരു സ്ത്രീയും പുരുഷനും ഉണ്ട്, 3 പേരേ ഉള്ളൂ. ഇവളത് കണ്ട് കൗതുകം തോന്നി മെല്ലെ അടുത്ത് ചെന്ന് നോക്കി നിൽക്കുകയാണ്. പക്ഷെ ഇവള് വന്നത് ക്യാമറാമാനോ ആക്ടറായിട്ടുള്ള ആളോ അറിഞ്ഞിട്ടില്ല. സീൻ ശല്യപ്പെടുത്തണ്ട, വെറുതെ കണ്ടു നോക്കാന്നും പറഞ്ഞ് ഒരു ഭാഗത്ത് ഇവള് മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ഈ ആക്ടറായിട്ടുള്ള മെയിൽ ആക്ടർ അവൻ കൂടെ കിടക്കുന്ന പെണ്ണിന് തല്ലാൻ തുടങ്ങും. എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്തിനാ ഇവരിങ്ങനെ ടോർച്ചർ ചെയ്ത് വീഡിയോ എടുക്കണേന്ന് ഇവൾ ആലോചിക്കുമ്പോഴേക്കും അടുത്ത സെക്കൻഡ് ആ മെയിൽ ആക്ടർ മറച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് ഈ കൂടെ കിടക്കുന്ന ലേഡിയെ ചറപറ കുത്തി കൊല്ലാൻ തുടങ്ങി. ചുറ്റിലും രക്തം ചീറ്റി തെറിയുന്നുണ്ട്. നമ്മുടെ പെണ്ണിന് ശബ്ദം വരില്ലല്ലോ, അവൾ ഞെട്ടിക്കരയുന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അതൊരു പക്ഷേ ഈ സീനിൽ അവൾക്ക് രക്ഷപ്പെടാൻ സഹായമായി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ശബ്ദം ഇവർ കേട്ടിരുന്നെങ്കിൽ നമ്മുടെ പെണ്ണിനെയും കൊന്നേനെ. ഇവള് മെല്ലെ കരഞ്ഞുകൊണ്ട് പുറകിലേക്ക് നടക്കാൻ തുടങ്ങും. അവര് കാണാൻ പാടില്ല. പതിയെ പമ്മി പുറകിലേക്ക് പോകുമ്പോൾ അറിയാതെ അവിടെ നിവർത്തി വെച്ചിരിക്കുന്ന ഹാങ്ങറി തട്ടി ആ പെണ്ണിന്റെ കോട്ടും വസ്ത്രമൊക്കെ നിലത്തേക്ക് തള്ളിയിട്ടു. പെട്ടെന്ന് തന്നെ അതെല്ലാം പെറുക്കിക്കൂട്ടി ഇവള് പഴയപടി ആക്കിയെങ്കിലും എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ എന്ന് പറഞ്ഞ് ക്യാമറാമാൻ ആ ഹാങ്ങർ വീണ ഭാഗത്തേക്ക് നടന്നു വരുന്നു. ഇവള് മുകളിലത്തെ ഫ്ലോറിലേക്ക് ഓടിപ്പോകും. പക്ഷെ ആരുടെയോ അനക്കമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ക്യാമറാമാൻ അവളെ പുറകെ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ കാണോ എന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ചിരിക്കും. ഇവൾ ഓടി ചെന്ന ഒരു ഭാഗത്ത് ഒരു മറവില് ഒളിച്ചു നിന്നു. ഈ കില്ലർ ആ ഭാഗത്തെ ലൈറ്റ് എല്ലാം ഓണാക്കി ഓരോ മുറിയായിട്ട് ആളുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വരും. അവൻ ഒരു മുറിക്കകത്തേക്ക് കയറുമ്പോൾ ഇവള് പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും ഒളിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഓടിച്ചെന്ന് ഒരു കബേർഡിന്റെ സൈഡിൽ ഒളിക്കുന്നുണ്ട്. അപ്പോഴും ഇയാൾ കാണുമോ എന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ചിരിക്കുക. അവിടെ നോക്കുമ്പോൾ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്. അടുത്തായിട്ട് തന്നെ അതിന്റെ കീ ലോക്ക് പെട്ടി ഉണ്ടാവും. ഗ്ലാസ് പൊട്ടിച്ചിട്ട് വേണം ആ കീ എടുക്കാൻ. ഇവൾ എടുക്കാൻ ശ്രമിച്ച അവന്റെ കണ്ണിപ്പെടും. കില്ലർ ആണെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തു വരണം, എനിക്ക് സംസാരിക്കാനുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, നിങ്ങൾ കണ്ടത് സത്യമല്ല, ഒന്ന് പുറത്തു വരൂ എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അവൻ അടുത്ത മുറിയിലേക്ക് കയറുമ്പോഴേക്കും ഇവൾ ഓടി വന്ന് ഗ്ലാസ് പൊട്ടിച്ച് കീ എടുക്കും. എന്നിട്ട് പഴയ ഭാഗത്ത് തന്നെ പോയി നിൽക്കുന്നു. ഈ കില്ലർ ഇപ്പൊ അവള് നിൽക്കുന്ന ഭാഗത്തേക്കും വരുന്നുണ്ട്. ഭാഗ്യത്തിന് പുറകിലൊരു ഡോർ ഉള്ളതുകൊണ്ട് അത് തുറന്ന് ഇവൾ അകത്തേക്ക് കയറി. ഈ എമർജൻസി ഡോറിന് അടുത്ത് വന്ന കില്ലർ ആ കീ ലോക്ക് പൊട്ടിയിരിക്കുന്നതായിട്ട് കാണും. അതിൽ രക്തവുമുണ്ട്. സോ റീസെന്റ് ആരോ ആ ഗ്ലാസ് പൊട്ടിച്ച് കീ എടുത്താണ്. അകത്താളുണ്ടെന്ന് കില്ലർക്ക് ഉറപ്പായി. അയാൾ എല്ലായിടവും ഓടി ചെന്ന് പരിശോധിക്കും. ചുറ്റും ഓടിപ്പോയിട്ട് നോക്കാം. ഇവളാണെങ്കിൽ ഒരു മുറിയിൽ നിന്ന് മറ്റേ മുറിയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന സമയം ഇവന്റെ കണ്ണിപ്പെടാതെ താഴത്തേക്ക് പോകാൻ നോക്കുമ്പോഴേക്കും രണ്ടാമത്തവൻ വന്നു. അവൻ ശരീരമാസകല രക്തമായിട്ട് ഇവളെ തേടി വന്നുകൊണ്ടിരിക്കുക. റഷ്യക്കാരൻ രണ്ടാമനോട് പറയും, അകത്താളുണ്ട്, ആളെ വിടരുത്, എങ്ങനെയും പിടിച്ചേ തീരുമെന്ന്. നമ്മുടെ പെണ്ണിപ്പം നിൽക്കുന്നതിന് പുറകിലായി ലിഫ്റ്റിന്റെ പാസേജ് ഉണ്ടാവും. അവരെന്തായാലും ഈ ഭാഗത്തേക്ക് വരുന്നു മനസ്സിലാക്കിയിട്ട് ഇവള് മെല്ലെ ആ ലിഫ്റ്റ് പാസേജിലേക്ക് ഇറങ്ങും. അപ്പൊ അറിയാതെ സ്ലിപ്പായി ഒരു ഭാഗത്തേക്ക് മാറി വീഴുന്നുണ്ട്. അപ്പൊ ഇവൾ എടുത്തു വെച്ചിരുന്ന ആ എമർജൻസി ഡോറിന്റെ കീ ലിഫ്റ്റ് പാസേജിൽ കൂടെ ഏറ്റവും താഴത്തേക്ക് ചെന്ന് വീഴുന്നു. അതെടുക്കണമെങ്കിൽ ഇനി താഴത്തേക്ക് ഇറങ്ങിപ്പോണം. പെണ്ണ് മെല്ലെ താഴെ ഇറങ്ങി വരും. ഇറങ്ങി വന്ന് ആ കീ എടുക്കാൻ നോക്കുമ്പോഴേക്കും ഈ താഴ്ഭാഗത്തേക്ക് കില്ലർമാര് 2 പേരും കുറെ വേസ്റ്റ് ബാഗുകൾ കൊണ്ടുവന്ന് തട്ടുന്നുണ്ട്. അത് ഏറ്റവും താഴെ ബേസ്മെന്റിലേക്കാണ് ചെന്ന് വീഴുക. പുറകെ ആ രണ്ടാമത്തെ കില്ലറും 2 സഞ്ചി വലിച്ചുകൊണ്ട് വന്ന് തട്ടും. അത് തട്ടാൻ നേരം ഇവളെ നിലത്ത് വീണ കീയും ചേർത്താണ് അവൻ താഴത്തേക്ക് തട്ടിയിടുക. ഇനി ആ കീ എടുക്കണമെങ്കിൽ വീണ്ടും താഴത്തേക്ക് പോകണം. ഇവളൊരു ഭാഗത്ത് ഒളിച്ചു നിൽക്കും. അവന്മാർ ഇറങ്ങി പോകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് പോയ ഉടനെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഏറ്റവും താഴെയുള്ള അണ്ടർഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ കുറെ അധികം വേസ്റ്റ് ബാഗുകൾ കിടക്കുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ട് ഈ കീ എവിടെയാണെന്ന് കാണാനുമില്ല. അപ്പോഴാണ് ആ ക്യാമറ കില്ലർ അവൻ അടുത്തൊരു സഞ്ചി തട്ടാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. താഴെ എന്തോ കിടന്നിളകുന്ന ശബ്ദം കേട്ടിട്ട് ഇവൻ ആ രണ്ടാം കില്ലറിനെ വിളിച്ച് താഴത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കും. ഇവരെ കണ്ണിപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ പെണ്ണ് ഈ വേസ്റ്റ് ബാഗുകളെല്ലാം മേത്തേക്ക് എടുത്തിട്ടിട്ട് അതിന്റെ അടിയിൽ അനങ്ങാതെ കിടക്കുക. അപ്പൊ അവര് കൊന്ന പെണ്ണിന്റെ ശരീരവും ഈ ബാഗിനകത്ത് കിടക്കുന്ന ഇവള് കാണുന്നുണ്ട്. പേടിച്ചരണ്ട അവള് കിടക്കുമ്പോൾ ഇവരടിക്കുന്ന ടോർച്ച് ലൈറ്റിൽ കീ എവിടെയാണ് കിടക്കണേന്ന് പെണ്ണ് കണ്ടു.
താഴെ ആരുമില്ലാന്ന് വിചാരിച്ചിട്ട് ഇവന്മാര് ഡോറും അടച്ച് അവിടുന്ന് ഇറങ്ങിപ്പോയി. അവര് പോയി കഴിഞ്ഞ ഉടനെ പെണ്ണ് കീ എടുത്തിട്ട് ഈ ബേസ്മെന്റ് ഡോറിൽ കൂടെ പുറത്തേക്ക് കടക്കാൻ പറ്റുമോ നോക്കും. പക്ഷെ അത് ലോക്ക്ഡ് ആണ്. പുറത്തുനിന്ന് ആരെങ്കിലും തുറന്നാൽ മാത്രമേ ഇവൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കില്ലർ രണ്ടാമൻ അവൻ ബേസ്മെന്റിലേക്ക് വരുന്നത്. അവൻ ഈ ഡോറും തുറന്ന് ഇവര് താഴത്തേക്കിട്ട ആ പെണ്ണിനെ വെട്ടിക്കൂട്ടിയിട്ട ബാഗുകൾ ഓരോന്നായിട്ട് വലിച്ചുകൊണ്ട് പോവാ. അങ്ങനെ അയാൾ ഡോറ് തുറന്നു വെച്ച് എടുത്തുകൊണ്ട് പോകുമ്പോൾ സഞ്ചി എടുത്തുകൊണ്ട് പോകുന്ന തക്കത്തിന് നമ്മുടെ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കും. എന്നിട്ട് അവൻ വീണ്ടും ഈ ലിഫ്റ്റിലേക്ക് വരാൻ നേരം ഇവൾ ഓടിച്ചെന്ന് സ്റ്റുഡിയോ ഡോറ് വീണ്ടും തുറന്ന് സ്റ്റുഡിയോക്കകത്തേക്ക് കിടക്കുന്നു. ആരോ പുറകിലൂടെ ഓടിപ്പോയെന്ന് രണ്ടാം വില്ലന് മനസ്സിലായി. അവൻ പുറകെ വരുന്നുണ്ട്. സ്റ്റുഡിയോക്കകത്തേക്ക് കയറിയ നമ്മുടെ പെണ്ണാണെങ്കിൽ ചറപറ ചുറ്റും ലൈറ്റ് ഓണാവുന്ന കണ്ടിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിട്ടിയ വഴി കൂടെ എല്ലാം ഓടുമായിരിക്കും. അപ്പൊ ആ രണ്ടാം വില്ലന്റെ വായെ തന്നെ ചെന്ന് ഇവള് പെടുന്നുണ്ട്. ഫർണിച്ചറൊക്കെ അവന്റെ മേത്തേക്ക് തള്ളിയിട്ട് ഇവള് രക്ഷപ്പെട്ട് മോളിൽ കൂടെ ഓടും. അപ്പൊ ഈ രണ്ടാം വില്ലൻ ക്യാമറക്കാരനോട് വിളിച്ചു പറയും, ലിയോഷ് ആളെ കിട്ടിയിടാ, ആ പെണ്ണാണ്, മിണ്ടാൻ വയ്യാത്ത പെണ്ണ്, അവളെ പിടിക്കുന്നു പറയും. ഇവൻ പുറകെ തന്നെ ഓടിച്ചെല്ലും. മരണ വെപ്രാളത്തിൽ ഓടുകയറിയ നമ്മുടെ പെണ്ണ് അവനും ബുള്ളറ്റ് പോലെ പുറകെ വരുന്നുണ്ട്. പിടിക്കോ എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോൾ ഓടി വന്ന പെണ്ണ് ഡോറ് തുറന്ന് ആ എമർജൻസി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അത് അടയ്ക്കുമ്പോഴേക്കും ഈ ക്യാമറക്കാരൻ ഡോറോടെ ചേർത്ത് പെണ്ണിനെ മുന്നിലേക്ക് തള്ളിയിട്ടു. അവള് താഴേക്ക് തെറിച്ച് വീഴുന്ന ആവട്ടെ ഈ റീൽസിന്റെ വട്ടപ്പെട്ടികൾ കുറെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ബാസ്ക്കറ്റിൽ അടിച്ചു വീണപ്പോൾ പാതി ബോധം പോയി. അപ്പൊ ആ കില്ലർ ഓടി ഇവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ പെണ്ണിനെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും എന്താ അവിടെ ശബ്ദം, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവളെ ചേച്ചി അങ്ങോട്ട് വരുന്നുണ്ടാവും. ചേച്ചി വന്ന് നോക്കുമ്പോൾ പെണ്ണ് നിലത്ത് കിടക്കുന്നു. അവളുടെ അടുത്ത് ഈ ക്യാമറാമാനുണ്ട്. ഉടനെ ആ ക്യാമറാമാൻ ചേച്ചിയെ വിളിക്കും, ഓടി വരൂ, നിങ്ങൾ അനിയത്തി ഇതാ സ്ലിപ്പായി താഴത്തേക്ക് വീണ് കിടക്കുന്നു, പെട്ടെന്ന് ആംബുലൻസിനെ വിളിക്കൂ. ചേച്ചി ഓടി വന്ന് നോക്കുമ്പോൾ ഇവള് സ്ലിപ്പായി വീണ പോലെയാണ് ഉണ്ടാവുക. അവൾക്കാണെങ്കിൽ പെട്ടെന്ന് പറയാനും പറ്റില്ലല്ലോ, സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട്. എന്താ പറ്റിയേ? അയാൾ പറയും, എനിക്കും അറിയില്ല, ഇവള് സ്ലിപ്പായിട്ട് വീണതാ, പെട്ടെന്ന് ഡോക്ടറെ വിളിക്കൂ, ആംബുലൻസിനെ വിളിക്കൂ, ഞാനിവിടെ പെണ്ണിന്റെ കൂടെ നിന്നോളാം, നിങ്ങൾ ചെന്ന് വിളിച്ചോണ്ട് വാന്ന് പറയും. ഇവൾ അനങ്ങിക്കഴിഞ്ഞാൽ ബോഡിയിൽ ഫ്രാക്ചർ ഉണ്ടാവും, പെട്ടെന്ന് ചെന്ന് വിളിച്ചോണ്ട് വാന്ന് പറഞ്ഞിട്ട് പെണ്ണിന്റെ ബോഡി ഇയാൾ അമർത്തി പിടിച്ചിരിക്കുക. ഇയാൾ പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കും ചേച്ചി. ശരി മോൾ അനങ്ങാതെ കിടന്നോ, ഇപ്പൊ വേദന ഉണ്ടാവും, ഞാൻ പെട്ടെന്ന് പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ചേച്ചി അവിടെ നിന്ന് പോകാൻ നേരം ഈ പെണ്ണ് കിടന്ന് പെടയുന്നുണ്ട്. അവള് കണ്ണുകൊണ്ട് പേടിച്ചൊരവസ്ഥ, ഒരു എക്സ്പ്രഷൻ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കും. എന്തോ കുഴപ്പമുണ്ടെന്ന് ചേച്ചിക്ക് മനസ്സിലായി. ചേച്ചി തിരിച്ചോടി വന്ന്, ബില്ലി എന്റെ അനിയത്തി ഇവിടെ ഉണ്ട്, പെട്ടെന്നൊരു ആംബുലൻസിനെ വിളിക്ക്, ഞാനിവിടെ അവളെ കൂടെ തന്നെ നിൽക്കാം, നിങ്ങൾ ചെന്ന് വിളിച്ചോണ്ട് പോവാന്ന് പറയും. അപ്പൊ ആ വാച്ച്മാനും ചേച്ചിയുടെ ഭർത്താവ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവൾ അവരോട് ചെന്ന് ആംബുലൻസിനെ വിളിച്ചോണ്ട് വരാൻ പറയും. എന്നിട്ട് ഈ കില്ലർ പെണ്ണിനെ പിടിച്ചു വെച്ചിരിക്കുന്ന കണ്ട് അവളെ ദേഹത്തുനിന്ന് കൈയെടുക്കുക, എന്നോട് എന്തോ അവള് പറയാൻ ശ്രമിക്കുകയാണ്, നിന്റെ കൈയെടുത്ത് മാറ്റടാന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റുക. കയ്യിൽ നിന്ന് പിടിവിട്ട ഉടനെ ഇവള് സൈൻ ലാംഗ്വേജിലൂടെ പോലീസിനെ വിളിക്കി, മേർഡർ സംഭവിച്ചിട്ടുണ്ട്, കൊലപാതകം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും. ചേച്ചി ഉടനെ ചേട്ടനെ വിളിക്കുന്നു, ബില്ലി ഇങ്ങോട്ട് ഓടി വരൂ, ഇവിടെ ഒരു കൊലപാതകം. ചേട്ടൻ ഓടി വന്നു. ഉടനെ പോലീസിനെ വിളിച്ചു. അധികം വൈകാതെ 2-3 പോലീസുകാർ ആ സ്പോട്ടിലേക്ക് എത്തിക്കഴിയുകയും ചെയ്തു. അടുത്ത സീനിൽ ഈ പോലീസുകാർ ആ മുറിയെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുക. അവരോട് റഷ്യൻ ലാംഗ്വേജിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. പോലീസുകാർ ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഈ ക്യാമറാമാൻ ഹീറോയിനോട് വന്നിട്ട് പറയാണ്, ഞങ്ങൾ മേർഡർ ഫേക്ക് ചെയ്ത് ഷൂട്ട് ചെയ്താ, അതല്ലെങ്കിൽ പിന്നെ എന്തിനാ ഷൂട്ടിങ് നടത്തുന്നു, ഞങ്ങളെ മണ്ടന്മാരാണെന്ന് വിചാരിച്ചോ, നിങ്ങളും സിനിമയിലല്ലേ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാൻ പാടില്ലേ, കണ്ടത് റിയൽ മേർഡർ ആണെന്ന് വിചാരിച്ച് ആ പെണ്ണ് പേടിച്ചതാ. ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ പറയായിരുന്നു, തെറ്റിദ്ധാരണയാണ്, കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നിങ്ങനെ അവന്മാർ പറയാ. പോലീസുകാർ ചോദിക്കും, നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് കൊലപാതകം കണ്ടതെന്ന്. ബെഡിൽ വെച്ചിട്ടാണ് കണ്ടത്, ഈ മുൻകഷണ്ടി തലേനാണ് കൊന്നതെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അപ്പൊ അവരാണെങ്കിൽ നാളത്തെ ഷൂട്ടിന് വേണ്ടിയുള്ള ടെസ്റ്റ് നടത്തിയതാ, നിങ്ങൾക്ക് വേണ്ടി നടത്തിയതാ, പക്ഷെ ഈ പെണ്ണ് തെറ്റിദ്ധരിച്ചു എന്ന് പറയാ. ഹീറോയിൻ അവൻ കള്ളം പറയാണ്, അവൻ പറയുന്നത് വിശ്വസിക്കല്ലേ, ഞാൻ കണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡയറക്ടർ ചേട്ടൻ, എന്നാ പിന്നെ ഇവർ ഷൂട്ട് ചെയ്ത് റീല് കണ്ടാൽ മനസ്സിലാവുമല്ലോ പറയുന്നത് സത്യമാണോ നുണയാണോ എന്നുള്ളത്, ആ റീലെടുക്കൂ, അതീന്ന് മനസ്സിലാകുമെന്ന് പറയും. ഉടനെ ഈ ക്യാമറമാൻ റീലെടുക്കാൻ വരികയാണ്. പക്ഷെ ചേച്ചി സമ്മതിക്കില്ല. പഴയ ഫിലിം റീലല്ലേ, അതിങ്ങനെ ഓപ്പണായി വെളിച്ചത്തിൽ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്യാപ്ചറായ സീനെല്ലാം കട്ടായിപ്പോ, അവനെ നശിപ്പിക്കും, ഞാൻ തന്നെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇവള് വളരെ സേഫ് ആൻഡ് സെക്യൂറായി ആ റീലെടുത്ത് പോലീസുകാർക്ക് കൊടുക്കുന്നു. ഇവളത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഈ രണ്ടാമൻ, അവനാണ് കുത്തിയതിൽ ഒന്നാമൻ, എന്നാലും ട്രൂപ്പിലെ രണ്ടാമനായതുകൊണ്ട് നമുക്ക് രണ്ടാമനായിട്ട് പറയാം. ഈ രണ്ടാമൻ മെല്ലെ ഒളിച്ചും പാത്തും കത്തി എടുത്തുകൊണ്ട് വന്ന് ഡയറക്ടർ ചേട്ടനെ കുത്തിപ്പിടിച്ച് ചറപറ കുത്താൻ തുടങ്ങും. എല്ലാവരും കണ്ട് പേടിച്ചരണ്ട് നിൽക്കുക. രക്തവും ചെതറുന്നുണ്ട്. പോലീസുകാർ വന്ന് ഈ ആക്ടറെ പിടിക്കുമ്പോഴേക്കും അവൻ തന്റെ കയ്യിലെ കത്തി കാണിച്ചു കൊടുക്കും. ഇത് ഡ്യൂപ്ലിക്കേറ്റ് കത്തിയാ, രക്തവും ഡ്യൂപ്ലിക്കേറ്റാ. ഇപ്പൊ നിങ്ങളെല്ലാവരും കണ്ട് പേടിച്ചില്ലേ, അതേപോലെയാണ് ആ പെണ്ണും പേടിച്ചത്. തെറ്റിദ്ധരിച്ചാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചിരിക്കുക. കത്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്.
പക്ഷെ അപ്പോഴാണ് ഹീറോയിൻ ശ്രദ്ധിക്കുന്നത് അവളെ ക്യാനിലുണ്ടായിരുന്ന ഫേക്ക് ബ്ലഡ് എല്ലാം ഇവന്മാരെടുത്ത് തീർത്തിരിക്കുന്നു. അതാണ് അവന്മാർ ഉപയോഗിച്ചിട്ടുള്ളത്. അവൾ സൈൻ ലാംഗ്വേജിൽ പറയും, എന്റെ പെട്ടി അവന്മാർ പൊട്ടിച്ചു, എന്റെ ബ്ലഡാണ് അവന്മാർ എടുത്തിരിക്കുന്നത്, ആ കത്തിയും എന്റേതാണ്, അവരെ യൂസ് ചെയ്ത് റിയൽ കത്തിയായിരുന്നു, ഞാൻ കണ്ടതാണ്, ഞാൻ കണ്ടത് സത്യമാണ്, ആ ബോഡി ഇപ്പൊ ലിഫ്റ്റിന്റെ പാസേജിലുണ്ട്, നമുക്ക് അവിടെ ചെന്നാൽ കാണാം, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ഇവള് കെഞ്ചുമ്പോൾ പോലീസുകാർ എന്നാ ചെന്ന് നോക്കാന്ന് പറഞ്ഞ് ലിഫ്റ്റിന്റെ മുറിയിലേക്ക് ചെല്ലും, ബേസ്മെന്റ് മുറിയിലേക്ക്. അവിടെ നോക്കുമ്പോൾ കുറെ അധികം വേസ്റ്റ് ബാഗുകളുണ്ട്. ഒരു ബാഗിനകത്ത് രക്തം പുരണ്ട ബെഡ്ഷീറ്റ്. അത് മണത്ത് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മതിരിക്കുന്നു, ഇത് ഫേക്ക് ബ്ലഡാന്ന് പറഞ്ഞ് പോലീസുകാരൻ ചിരിക്കും. അവിടുത്തെ എല്ലാ വേസ്റ്റ് ബാഗും ഇവർ പരിശോധിക്കുന്നുണ്ട്. അതിലൊന്നും തന്നെ റിയൽ ആയിട്ട് കാണാൻ പറ്റില്ല. ഹീറോയിൻ പറയും, കുറച്ച് ബാഗുകൾ ഇവർ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കണ്ടു, വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചായിരിക്കും, അങ്ങോട്ട് ചെന്ന് നോക്കുമെന്ന് പറയുമ്പോൾ ഈ കില്ലർമാർ തന്നെ അതെ കുറച്ച് ബാഗുകൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഞങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയ്ക്ക് പുറത്തുള്ള വേസ്റ്റ് ബാസ്ക്കറ്റും ഇവർ കാണിച്ചു കൊടുക്കും. പോലീസുകാർ അതിൽ പരിശോധിക്കുമ്പോഴും ഒന്നും തന്നെ അവർക്ക് കിട്ടില്ല. അപ്പൊ അവർ പറയും, പെണ്ണിന് പെട്ടെന്നുണ്ടായ ഷോക്കിൽ എന്തോ സംഭവിച്ചാണ്, എന്തായാലും നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നില്ല, ആ റീലും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞ് പോലീസുകാർ ഇവർക്ക് നമ്പർ കൊടുത്തിട്ട് പോകുന്നു. എന്നിട്ട് ബുദ്ധിമുട്ടുണ്ടായതിൽ ഖേദിക്കണമെന്നും പറഞ്ഞ് കില്ലർമാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുമുണ്ട്. സോ താൻ പറഞ്ഞതെല്ലാം പാഴായിപ്പോയി, ആരും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പെണ്ണ് മിണ്ടാതെ ചേച്ചിയുടെ കൂടെ അവളെ മുറിയിലേക്ക് തിരിച്ചു പോവുക. ചേച്ചി പറയും, അനീത്തി എത്ര കാലമായി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നു, അവൾക്കറിയാം റിയൽ മേർഡറും ഫേക്ക് മേർഡറും. അവൾ റിയൽ ആണെന്ന് പറയുമ്പോൾ അതെങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റും? അത് കേട്ട് ചേട്ടൻ പറയും, ഇന്നേ ദിവസത്തെ പോലെ ഞാൻ അപമാനപ്പെട്ട മറ്റൊരു ദിവസമില്ല, നമ്മളെല്ലാം പരിശോധിച്ചല്ലേ, എന്നിട്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ? അവരെ കണ്ടിട്ട് അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല, നിന്റെ അനിയത്തി എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും, എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട, അവൾക്ക് വിഷമാവെന്ന് പറഞ്ഞിട്ട് ഇവർ കാർ ഓടിച്ചു പോകുന്നു. ഈ നേരം വാച്ച്മാൻ എല്ലാ കഥകളും അടച്ചിട്ടുണ്ടോയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ ബേസ്മെന്റിലെ ലിഫ്റ്റ് ഡോറിന്റെ അടുത്തേക്ക് വരുന്നു. അത് തുറന്നു കിടക്കുക. അത് അടച്ച് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ഇയാളുടെ വളർത്തു നായ എന്തോ മണം പിടിച്ച് അകത്തുള്ള ഓവൺ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ നായയെ കാണാതെ നമ്മുടെ വാച്ച്മാനും ആ നായ പോയ ഭാഗത്തേക്ക് പോകും. അവിടെ ഓവൺ അടുപ്പ് ശക്തിയായി ആളിക്കത്തുന്നുണ്ടാവും. നോക്കുമ്പോൾ അതിനകത്ത് നിന്നും ഒരു ഹ്യൂമൻ ബോഡി കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുക. സോ ഇവിടെ ഒരു കൊലപാതകം ഉണ്ടായി എന്നുള്ളത് വാച്ച്മാനും മനസ്സിലായി. ബോഡി കണ്ട് പേടിച്ച ആള് പുറകിലേക്ക് നടക്കുമ്പോൾ കാൽ വഴുതി നിലത്തേക്ക് വീഴും. അപ്പോഴാണ് തന്റെ പട്ടിയെ ആരോ കുത്തിക്കൊന്നിട്ടിരിക്കുന്നതായിട്ട് അയാൾ കാണാം. അടുത്ത നിമിഷം ഈ രണ്ടാമൻ കയ്യിലെ സ്പാനർ കൊണ്ട് വാച്ച്മാനെ തലക്കടിച്ച് കൊല്ലാണ്. ഈ സമയത്ത് ഹീറോയിനെ ചേച്ചിയും ചേട്ടച്ചനും കൂടെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് ഹീറോയിൻ തന്റെ ചേച്ചിയോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതവള് ഭർത്താവിന് തർജ്ജമ ചെയ്തു കൊടുക്കുന്നു. ആക്രമിക്കപ്പെട്ട പെണ്ണിന്റെ മുഖത്ത് കണ്ടത് റിയൽ ടെററാണ്. ഒരിക്കലും ഒരാൾക്ക് അങ്ങനെ അഭിനയിക്കാൻ കഴിയില്ല. ഒരുപാട് കാലമായിട്ട് അഭിനയം കാണുന്നതല്ലേ, ആ പെണ്ണ് അഭിനയിച്ചല്ല, ശരിക്കുമുള്ള ഭയമായിരുന്നു, മരിക്കുമ്പോഴുള്ള വേദനയായിരുന്നു ആ പെണ്ണിന്റെ കണ്ണിൽ. ഇത് അവൾ ചേച്ചിയോട് പറയുന്നുണ്ട്. എന്നാലും ചേട്ടച്ചൻ അത്ര വിശ്വാസമായിട്ടില്ല. വീണ്ടും സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ 2-3 ആഡംബര കാറുകൾ വരുന്നുണ്ട്, പഴയ ആഡംബര കാറുകൾ. അതിലൊരു തൊപ്പിക്കാരൻ ഇറങ്ങി വന്ന് ഈ കില്ലർമാരില്ലേ അവരുടെ കയ്യിൽ നിന്ന് ഒരു പൊതി വാങ്ങിക്കും. അത് കഴിയുമ്പോൾ അവിടെ വന്നിട്ടുള്ള ഏറ്റവും നീളം കൂടിയ കാറിൽ നിന്ന് ഒരു വയസ്സൻ മിസ്റ്റർ ഹോസ്മാൻ എന്റെ അടുത്തേക്ക് വരും. സംഭവങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ടാണോ നടന്ന്? അങ്ങനെ മൂപ്പിലാൻ ചോദിക്കുമ്പോൾ ഈ ക്യാമറ കില്ലർ പറയും, ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ആ മിണ്ടാൻ വയ്യാത്ത പെണ്ണ് പോലീസിന് ഇൻഫോം ചെയ്തിരുന്നു, എന്നാൽ പോലീസുകാരൊന്നും വിശ്വസിച്ചിട്ടില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ആ മുത്തപ്പ വില്ലൻ, സാക്ഷികൾ ബാക്കിയുണ്ടെങ്കിൽ അത് നിനക്കും എനിക്കും ആപത്താണ്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, തീർത്തേക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഡാഡി അവിടെ നിന്ന് പോയി കളയും. പോകാൻ നേരം ഇവർക്കൊരു പേപ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ നായികയുടെ അഡ്രസ് ഉണ്ടാവും. ഈ സമയം ചേട്ടനും ചേട്ടച്ചനും കൂടെ ഹീറോയിനെ അവളെ ഹോട്ടലിന് മുന്നിലായിട്ട് ഇറക്കി വിടുന്നു. പേടിയുണ്ടെങ്കിൽ ഞാനും കൂടെ വന്ന് കിടക്കാന്ന് ചേച്ചി പറയുന്നുണ്ട്. ഇല്ല വേണ്ട, നിങ്ങൾ പോയിക്കോ, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ, പിന്നെന്തിനു പേടിക്കാനെന്നും പറഞ്ഞിട്ട് അനിയത്തി അവളുടെ മുറിയിലേക്ക് പോകും.